ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന്റെ വിവരങ്ങളുമായിട്ടാണ്. പ്രത്യേകിച്ചും ടെക്നിക്കൽ മേഖലയിലുള്ളവർക്കാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന വേക്കൻസി ഉള്ളത്. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിന്റെ അവസാന ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളൊക്കെ അപേക്ഷിക്കുവാനുള്ള, അതായത് OTP വഴി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കുവാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2025 ആണ്. അടുത്ത വർഷം 1-ാം തീയതി വരെയാണ്. നിങ്ങൾക്ക് ജനുവരി 1-ാം തീയതി വരെയാണ് ഇത് അപേക്ഷിക്കുവാനുള്ള ഡേറ്റ് എന്നുള്ളത് ഓർത്തു വെച്ചോളുക. ഇനിയും ആദ്യത്തെ തസ്തികയിലേക്ക് കടക്കാം. അത് ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഇത് അപേക്ഷിക്കാനുള്ള ഡേറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 426/2024 ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ് നിയമനം വരുന്നത്. ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നാണ് തസ്തികയുടെ പേര്. 35,600 മുതൽ 75,400 ആണ് നിലവിൽ ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. വേക്കൻസി 26 എണ്ണം ഓൾറെഡി ഉണ്ട്. പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 37 വരെയാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ് റിക്രൂട്ട്മെന്റ്. ഇനിയും ഇതിന് യോഗ്യത എന്ന് പറയുന്നത് 2 യോഗ്യതകൾ പറയുന്നുണ്ട്. ഒന്ന് ജനറൽ യോഗ്യതയും ഒന്ന് ടെക്നിക്കൽ യോഗ്യതയും പറയുന്നുണ്ട്. ആദ്യത്തെ ജനറൽ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ, പ്രീ ഡിഗ്രി, പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ B ഗ്രേഡ് ഇൻ സയൻസ് ആൻഡ് പാസ് ഇൻ എനി ഈക്വലന്റ് എക്സാമിനേഷൻ. അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഡിഗ്രി, പ്രീ ഡിഗ്രിക്ക് തതുല്യമായിട്ടുള്ള +2 തതുല്യമായ യോഗ്യതയാണ് ക്രൈറ്റീരിയ. ടെക്നിക്കൽ യോഗ്യതയായിട്ട് പറയുന്നത് MLT ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. MLTക്ക് മുകളിലുള്ള എല്ലാ യോഗ്യതയും ഇതിന് ക്രൈറ്റീരിയ ഉള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ ഒരു തസ്തികയിൽ കഴിഞ്ഞ അവസാന വർഷം നടന്ന നിയമനമാണ്. 297ഓളം അഡ്വൈസുകൾ പോയിട്ടുള്ളൊരു തസ്തികയാണിത്. ഇനിയും ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്നുള്ളതാണ് അടുത്ത തസ്തിക. ഇതും ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇതിനും അപേക്ഷിക്കേണ്ട ഡേറ്റ് 1/1/2025 ആണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസസ് ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ 422/2024 ആണ്. ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്നാണ് തസ്തികയുടെ പേര്. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 51,400 മുതൽ 1,10,10,300 രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ. ഇതിന്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയാണ്. നിലവിലെ വേക്കൻസികൾ 6 എണ്ണമാണുള്ളത്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് MSc മൈക്രോബയോളജി, MSc ബയോകെമിസ്ട്രി, MSc ഇൻ മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇനി ഇതിന് ഇക്വലൻസി ആയിട്ട് MSc മൈക്രോബയോളജിക്ക് MSc അപ്ലൈഡ് മൈക്രോബയോളജിയും MSc ബയോകെമിസ്ട്രിക്ക് ഇക്വലൻസ് ആയിട്ട് MSc മെഡിക്കൽ ബയോകെമിസ്ട്രിയും പരിഗണിക്കുന്നതാണ്. ഇനിയും അടുത്തത് ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഇതിന്റെയും തസ്തിക അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2025 ആണ്. ഇതിന്റെ നിയമനം ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ലാബറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്നാണ് തസ്തികയുടെ പേര്. 35,600 മുതൽ 75,400 വരെയാണ് ഇതിന്റെ സാലറി സ്കെയില്. ഇത് നിയമനം ഡിസ്ട്രിക്ട് വൈസ് ആണ്. നിലവിൽ വയനാടിൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. കാറ്റഗറി നമ്പർ 435/2024 ആണ്. ഇതിന്റെയും ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി ഡിഗ്രി സയൻസിൽ ഉണ്ടായിരിക്കണം. ഒപ്പം MLT കോഴ്സ് മിനിമം നിങ്ങൾ പാസ്സായിരിക്കണം. അടുത്തതായിട്ട് ലൈൻമാൻ എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ് ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് 1/1/2025 ആണ്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് PWD ആണ്. തസ്തികയുടെ പേര് ലൈൻമാൻ ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ഇത് ഡിസ്ട്രിക്ട് വൈറ്റ് വേക്കൻസികളാണ് ഉള്ളത്. ഇത് പത്തനംതിട്ടയിൽ 3 വേക്കൻസി, കാസർഗോഡ് 1 വേക്കൻസി, വയനാട് 3 വേക്കൻസി എന്നാണ് വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇതിന്റെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പാസ്സായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ITA അല്ലെങ്കിൽ ITC ഡിഗ്രി, അതിന് മുകളിലോട്ടുള്ള യോഗ്യതകൾ ഉള്ള എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ഡയറി എന്നതാണ് തസ്തികയുടെ പേര്. ഇതിന്റെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് 1/1/2025 ആണ്. കാറ്റഗറി നമ്പർ 424/2024 ആണ് തസ്തികയുടെ കാറ്റഗറി നമ്പർ. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, അതായത് നമ്മുടെ KCMMF ലിമിറ്റഡ് കമ്പനിയിലേക്കാണ്. ടെക്നിക്കൽ സൂപ്രണ്ടന്റ് ഡയറി എന്നാണ് തസ്തികയുടെ പേര്. സാലറി എന്ന് പറയുന്നത് 36,460 രൂപ മുതൽ 73,475 രൂപയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 എണ്ണം മാത്രമാണ് നിലവിലുള്ളത്. ഇനിയും നിലവിലെ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അതായത് ടെസ്റ്റ് നടത്തിയായിരിക്കും അവർ എടുക്കുന്നത്. ഇനി ഇതിന്റെ പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണുള്ളത്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഡയറി സയൻസ് അല്ലെങ്കിൽ
ടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് ഡിഗ്രി ഡിപ്ലോമ ഡയറി സയൻസിൽ ഉണ്ടായിരിക്കണം, അത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരിക്കണം. അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണ്, അത് മെൻ ആൻഡ് വിമൺ വിളിച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ അവസാനത്തെ ഡേറ്റ് 1/1/2025 ആണ്. കേരള പോലീസിലേക്കാണ് നിയമനം. കാറ്റഗറി നമ്പർ 427/2024 ആണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വുമൺ, പോലീസ് കോൺസ്റ്റബിൾ ആൻഡ് ഫീമെയിൽ, മെയിലും ഫീമെയിലും സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വീഡിയോ ഏണസ് അക്കാഡമിയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ആ വീഡിയോ കയറി കാണാവുന്നതാണ്. ഇത്രയും തസ്തികകളാണ് നിലവിലെ ടെക്നിക്കൽ യോഗ്യതയുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ യോഗ്യതയുമായി ബന്ധപ്പെട്ടും ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടും എന്ത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതുവഴി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.